യൂറോയിൽ തുടങ്ങി കോപ്പയിലൂടെ സഞ്ചരിച്ച് ലോകത്തിൻ്റെ ഫുട്ബോൾ ആവേശം പോകുന്നൊരു കാഴ്ചയ്ക്കും മുമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നന്ദു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. നന്ദു, യൂറോ കപ്പിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പോർച്ചുഗൽ പരാജയപ്പെടുത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി കളിക്കാനിറങ്ങിയ ആ മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? റൊണാൾഡോ ഗോളടിച്ചോ? ഇന്ന് പത്രങ്ങളിലൊന്നും രാവിലെ ആ വാർത്ത വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇന്ന് പുലർച്ചെയാണ് നടന്നത്, അതുകൊണ്ട് തന്നെ പത്രങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു ഇരു ടീമുകളും കാഴ്ചവെച്ചതെന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. പോർച്ചുഗൽ ഈ കളിയിൽ വിജയിച്ചെങ്കിൽ പോലും വളരെ മികച്ച മത്സരം തന്നെയായിരുന്നു. ഇരു ടീമുകളും ആക്രമിച്ച് തന്നെ കളിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ പോർച്ചുഗലിന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല. ഒരു താളം തെറ്റൽ അവസ്ഥയിലേക്കൊക്കെ പോയെങ്കിലും ഉടൻ തന്നെ കളിയുടെ ആ ഒരു കൃത്യമായ സ്ട്രാറ്റജി മനസ്സിലാക്കുകയും അവർ വളരെയധികം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. ആദ്യ പകുതി എന്ന് പറയുന്നത് ഈ പോർച്ചുഗലിൻ്റെ ഫോർവേഡ് ടീമും അതോടൊപ്പം തന്നെ ചെക്കിൻ്റെ പ്രതിരോധ നിരയും തമ്മിലുള്ള മത്സരം തന്നെയായിരുന്നു. അത്തരത്തിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഗ്രൗണ്ടിൽ നടന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പോർച്ചുഗലിൻ്റെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും പ്രതിരോധിക്കാൻ ചെക്ക് നിരയ്ക്ക് ആദ്യത്തെ പകുതിയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ കളി പുരോഗമിക്കുമ്പോൾ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കളിയുടെ ഒരു കൃത്യമായ ആ ഒരു ഗെയിം ചേഞ്ചർ ഉണ്ടാകുന്നത് രണ്ടാം പകുതിയിലാണ്. 62-ാം മിനിറ്റിൽ പോർച്ചുഗലിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞുകൊണ്ട് പോർച്ചുഗലിൻ്റെ പ്രതിരോധ നിരയെ പാടെ ഉലച്ചുകൊണ്ട് 62-ാം മിനിറ്റിൽ ചെക്കിൻ്റെ ലൂക്കാസ് പ്രൊവോദാണ് ആദ്യമായി ചെക്കിന് വേണ്ടി ഗോൾ നേടുന്നത്. പക്ഷേ ആ അവസരത്തിൽ പോലും പോർച്ചുഗൽ പതറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം ഇരു ടീമുകളും മികച്ച ടീമുകളാണ്. വളരെ മികച്ച പ്രകടനങ്ങൾ മുൻപ് നടന്ന എല്ലാ മത്സരങ്ങളിലും ഇരു ടീമുകളും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് തന്നെ താരങ്ങളുടെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. എന്തായാലും 69-ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോൾ പോർച്ചുഗലിനൊരു സെൽഫ് ഗോൾ ലഭിക്കുന്നു. അതിലൂടെ പോർച്ചുഗൽ വീണ്ടും മുന്നേറ്റത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം 87-ാം മിനിറ്റിൽ ഒരു ലീഡ് എടുക്കുന്നുണ്ടെങ്കിലും, അതായത് 87-ാം മിനിറ്റിൽ ചെക്കിനെതിരെ പോർച്ചുഗൽ ഒരു ലീഡ് എടുക്കുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് സൈഡിലാണ് എന്ന് റഫറിമാർ വിധിച്ചതോടുകൂടി ആ ഗോൾ അസാധുവാവുകയായിരുന്നു. എങ്കിലും പ്രതീക്ഷ ഒട്ടും തന്നെ കൈവിടാൻ പോർച്ചുഗൽ മുന്നോട്ട് നിന്നില്ല. ഇഞ്ചുറി ടൈമിൽ സെർജിയോ കോൺസെയ്സോയിലൂടെയാണ് വിജയ ഗോൾ പോർച്ചുഗൽ കാണുന്നത്. നമുക്കറിയാം സെർജിയോ കോൺസെയ്സോ 2016-ലും വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പോർച്ചുഗലിനെ വിജയത്തിലേക്ക് എത്തിച്ചതും ഈ സെർജിയോ കോൺസെയ്സോയുടെ ഗോളിലൂടെയാണ്. 2016 കളിയിൽ 21 വയസ്സ് മാത്രമായിരുന്നു ഈ താരത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക്, ശരിക്കും പറഞ്ഞാൽ 3 ഗോളുകൾ അടിച്ചു. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് സൈഡിലായതുകൊണ്ട് ആ ഗോൾ അസാധുവായെന്ന് പറയേണ്ടതായുണ്ട്. അങ്ങനെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കളിച്ച താരം, ഏകദേശം 6 കളി, 2024 ഇപ്പോൾ ഇദ്ദേഹം കളിച്ചത് 6ാമത്തെ മത്സരമായിരുന്നു. അങ്ങനെ 6 മത്സരം ആറാമത്തെ യൂറോ കപ്പാണ്. അതെ, 6ാമത്തെ യൂറോ കപ്പ്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന 6ാമത്തെ യൂറോ കപ്പാണ്. 2024 6ാമത്തെ യൂറോ കപ്പ്. അതോടൊപ്പം തന്നെ യൂറോ കപ്പിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പോർച്ചുഗലിൻ്റെ ഡിഫൻഡർ പെപ്പയ്ക്കും റെക്കോർഡ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതായത് ഈ കളിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡിഫൻഡർ എന്ന റെക്കോർഡും ഈ പോർച്ചുഗലിൻ്റെ പെപ്പെ നേടിയിട്ടുണ്ട്. എന്തായാലും വളരെ വാശിയേറിയ മത്സരമായിരുന്നു. ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചു. എങ്കിലും ഭാഗ്യം പോർച്ചുഗലിനെ തുണച്ചു. പോർച്ചുഗൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ശരി നന്ദു, ഞാൻ ചോദിച്ചത് പെപ്പയുടെ റെക്കോർഡ് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എത്ര വയസ്സ്? 40 വയസ്സാണെങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ ഡിഫൻഡർ എന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ പെപ്പെ നേടിയിരിക്കുന്നത്. ശരത്, ശരി, റൈറ്റ്. നന്ദുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പോർച്ചുഗൽ ജയത്തോടെ തുടങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരൊക്കെ സന്തോഷത്തിലായി എന്ന് വിചാരിക്കുന്നു. ഓഫ് സൈഡായി പോയതുകൊണ്ടൊരു ഗോള് അവരുടെ അക്കൗണ്ടിൽ പെട്ടില്ല, സാരമില്ല. ഏതായാലും ജയത്തോടെ ഒരു ടീം എന്ന നിലയിലേക്ക് പോർച്ചുഗൽ വരുന്നുണ്ട്. സെറ്റാവട്ടെ. കുറേ കൂടി നല്ല കളികളൊക്കെ റൊണാൾഡോയുടെ ഭാഗത്തു നിന്ന്, ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ ചാൻസ് യൂറോ കപ്പ് തരട്ടെ എന്നുള്ളതാണ്. പോർച്ചുഗൽ ജയിച്ചു വരുമ്പോൾ വരുന്നൊരു വലിയ സന്തോഷം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണാം. പോർച്ചുഗൽ മുന്നോട്ട് പോകട്ടെ.